തിരുവനന്തപുരം കോവളം മണ്ഡലം ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും CPM MLA ആണ് ഭരിക്കുന്നു എന്നിരിക്കെ ഈ 6 സ്ഥലത്ത് BJP എങ്ങനെയാണ് ലോക്സഭാ മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ബേസിസിൽ ഒന്നാമതെത്തിയത് എന്ന് അന്താളിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു അലയൊലി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വാർഡുകളിലും ഉണ്ടായിട്ടുണ്ട് എന്ന കൃത്യമായിട്ടുള്ള കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിലയിരുത്തൽ CPMൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി. സ്ക്വാഡുകൾ രൂപീകരിക്കാനായി CPM പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും പാലക്കാട് ടോട്ടൽ 20 സീറ്റുണ്ട്. അതിൽ 12 BJPക്കാണ്, INCക്ക് 3 എണ്ണമുണ്ട്, CPMന് 2 എണ്ണമുണ്ട്, പിന്നെ അവിടെ ലീഗിന് 1 സീറ്റുണ്ട്. ലീഗിന് അവിടെ 1 സീറ്റുണ്ട്. പിന്നെ 2 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൻ്റെയൊക്കെ മൊത്തത്തിലൊരു വിലയിരുത്തൽ എടുത്ത് നോക്കിയിട്ടാണ് CPM സ്ക്വാഡ് രൂപീകരിച്ച് UDF അല്ല BJP ആണ് നമ്മുടെ എതിരാളി എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും BJPക്ക് നല്ലൊരു വെള്ളനിലമാണ് ഒരുങ്ങി നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇനി അത് വോട്ടായി മാറുമോ എന്ന് മാത്രമേ നമുക്ക് കാണാനായിട്ടുള്ളൂ. പ്രവർത്തിച്ചാൽ വോട്ടായി മാറും, പ്രവർത്തിച്ചില്ലെങ്കിൽ പഴം വിഴുങ്ങിയിരിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ നിൽക്കുന്ന സ്ഥാനത്ത്, അതായത് രാജീവ് ചന്ദ്രശേഖരൻ BJPയുടെ പ്രസിഡൻ്റായിട്ട് സ്ഥാനമേറ്റതും മുതൽ, അധ്യക്ഷനായിട്ട് സ്ഥാനമേറ്റതും മുതൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് CPM സ്ക്വാഡ് കൂടെ രൂപീകരിക്കുമ്പോൾ അത് സത്യമാണ് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. കാരണം അന്തർധാരയിൽ വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്തായാലും സ്ക്വാഡൊക്കെ വരുന്ന സ്ഥിതിക്ക് ഇനി എങ്ങനെയാണ് അതിൻ്റെ കൂലി എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ എന്ന് മാത്രം.